ഇപ്പോൾ നമ്മൾ മധ്യയായിരിക്കുന്നത് സദാശിവൻ. താനൊരു പോലീസ് ASI ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ അകപ്പെടേണ്ട അവസ്ഥ വന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജയിലിൽ വന്നു കഴിഞ്ഞാൽ വളരെ മാനസികമായിട്ട് വല്ലാത്ത പിരിമുറുക്കത്തിന്റെ അവസ്ഥയാണ്. കാരണം തടവുകാർ അവരെ ശരിക്കും ആരാശയും വളരെയധികം പ്രയാസങ്ങൾ കൂടിയും വേദനയിൽ കൂടി കടന്നുപോയി. എന്നാൽ ആ സമയങ്ങളിൽ ആ വേദനയുടെ ആ തകർച്ചയുടെ അവസ്ഥയിൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ട് പ്രിയ സദാശിവന് സ്വർഗ ദൈവം വലിയ ഭാഗ്യം കൊടുക്കാനിടയായി. താനിന്ന് യേശുവിന്റെ പൈതലാണ്. തന്റെ ജീവിതത്തിൽ ഇന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി പ്രസംഗോസ്മോട് ചേർന്ന് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ തന്റേതായിട്ടുള്ള സ്വന്തം അനുഭവം പ്രിയ സദാശിവർ തന്നെ പങ്കുവയ്ക്കുന്നതായിരിക്കും. അതിനായിട്ട് സദാശിവരെ ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് സദാശിവൻ എന്നാണ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കാഞ്ഞിരംകുളത്താണ്. നമ്മൾ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഞങ്ങൾ 5 സഹോദരന്മാർ, 3 സഹോദരിമാർ, അച്ഛനമ്മ എല്ലാം കൊണ്ടും വളരെ അഹങ്കാരത്തോടുകൂടെ ഒരു ജീവിച്ച വ്യക്തിയാണ്. 25-ാം വയസ്സിൽ എനിക്ക് പോലീസിൽ ജോലി ലഭിച്ചു. അങ്ങനെ കൂട്ടുകാരുമൊത്ത് വളരെ മ്ലേച്ഛകരമായ ഒരു ജീവിതം, മദ്യപാനവും വെറിക്കൂത്തും എല്ലാം ഒക്കെ ആയിരിക്കുമ്പോൾ ഒരു പൗരസമിതി ഞങ്ങൾ രൂപീകരിക്കുകയും ആ പൗരസമിതിയിൽ എന്നെ പ്രസിഡന്റാക്കുകയും ഞാൻ വീണ്ടും എന്നാൽ കഴിയാത്ത ഒരു കാര്യമില്ലെന്നുള്ള ഒരു ചിന്ത എന്നിൽ വരികയും ഞാൻ പിന്നെ വീണ്ടും ഒരു ഭയങ്കര ഒരു അഹങ്കാരത്തിന്റെ, ഒരു നികള ഹൃദയത്തിന്റെ, ഉന്നത ഭാവത്തിന്റെ ഒരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 1991 കാഞ്ഞിരംകുളത്ത് രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ഒരു സംഘടന ഉണ്ടാകുകയും അതിൽ ഒരാളിനെ അടിച്ച് പരിക്കേൽപ്പിച്ച് വീട്ടിൽ കിടക്കുമ്പോൾ പരിക്കേൽപ്പിച്ച ആളുടെ പിതാവ് വന്ന് എന്നോട് പറഞ്ഞു, സദാശിവൻ എൻ്റെ മകനെ അവരെല്ലാവരും കൊല്ലാൻ നോക്കുകയാണ്, നിങ്ങൾ വന്ന് അവനെ സഹായിക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങളുടെ പൗരസമിതിയിലുള്ള ആൾക്കാരെല്ലാം കൂടെ പോയി അവിടെ കുറേ ആൾക്കാരെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടായി. ഒരാൾ മരണപ്പെടുകയും അങ്ങനെ ഞാൻ അതിൽ പ്രതിയാകുകയും ചെയ്തു. പ്രതിയായി എന്നെ സബ് ജയിലിൽ 23 ദിവസം റിമാൻഡ് ചെയ്തു. 14 ദിവസം റിമാൻഡ് ചെയ്ത് രണ്ടാമത് 13 ദിവസം കൂടെ 10 ദിവസം കൂടെ ആയപ്പോൾ എനിക്ക് റിലീസാവുകയും ചെയ്തു. ഈ 23 ദിവസവും അനേകം ബന്ധുക്കൾ വന്ന് എന്നെ സദാശിവം ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് പറയുവാനും ഞാൻ വീണ്ടും അവിടെ എനിക്ക് ആൾക്കാരെ സ്വാധീനമുള്ളതുകൊണ്ട് എനിക്ക് അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ 23 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ജാമ്യത്തിലിറങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാനും വീണ്ടും ഞാൻ പഴയതിനേക്കാൾ ഉയർന്ന് ഉന്നത ഭാവവും നികള ഹൃദയവുമായിട്ടും മദ്യപാനത്തിലും വെറിക്കൂത്തുകളിലും ഒക്കെ ജീവിതം കഴിച്ചു. വീട്ടിൽ പോകുവാൻ മനസ്സില്ല. വീട്ടിൽ പോകുമ്പോൾ ഒരു സമാധാനമില്ല, സന്തോഷമില്ല. ഭാര്യയും മക്കളുമായിട്ട് എപ്പോഴും വഴക്കാണ്. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഞാൻ പ്രൊമോഷനായി AIC ആയി പ്രൊമോഷൻ കിട്ടിയപ്പോൾ കുറെ കൂടെ ഞാൻ ഉന്നത ഭാവത്തിലെത്തുകയും തുടർന്ന് 1999 ജനുവരി 25-ാം തീയതി ഞങ്ങളെ 5 പേരെ കുറ്റക്കാരനായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ശിക്ഷിച്ച് കൊണ്ടുപോകാനിടയായി. അവിടെ ആദ്യം ഒരാഴ്ചയൊക്കെ ബന്ധുക്കളും പല ആൾക്കാരും വരുവാനിടയായി. ക്രമേണ വരാതെയായി. വളരെ ഹൃദയവേദനയോടുകൂടെ ജയിലിലാകുമ്പോൾ മറ്റുള്ള തടവുകാരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു പീഡനം ഇങ്ങനെ പല വിധത്തിലും. പിന്നെ 3 മക്കളുണ്ട് എനിക്ക്. മൂത്തവൻ ഞാൻ ശിക്ഷിച്ചു പോകുമ്പോൾ SLCക്ക് പഠിക്കുകയാണ്. രണ്ടാമത്തവൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മൂന്നാമത്തവൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ജയിലിൽ കിടന്നുകൊണ്ട് എൻ്റെ മക്കളുടെ ഭാവി ഓർത്ത് വളരെയേറെ കരയുവാനിടയായി. ആരുമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ ഞാനൊരു തീരുമാനം എടുക്കുവാനിടയായി. ഒറ്റ വഴിയേ ഉള്ളൂ, മരണം. അങ്ങനെ മരണം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നാളുകൾ കഴിയുമ്പോൾ വീണ്ടും മനസ്സിലായി, ഒറ്റയ്ക്ക് മരിച്ചാൽ ഇതേ അവസ്ഥയായിരിക്കുമല്ലോ. മക്കളെ പഠിപ്പിക്കാനോ യാതൊന്നും ഇനി ആരുമില്ലല്ലോ. മക്കൾ മറ്റുള്ളവരെ മുമ്പാകെ പുസ്തകത്തിനോ മറ്റുള്ളതിനൊക്കെ കൈനീട്ടുമ്പോൾ ആ അവസ്ഥ എൻ്റെ ഹൃദയത്തിൽ വീണ്ടും മതിക്ക് ഞാൻ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തീരുമാനം ജയിലിൽ വെച്ചെടുക്കുവാനിടയായി. അങ്ങനെ രാത്രി എങ്ങനെ കുടുംബമായിട്ട് മരിക്കാം അങ്ങനെയുള്ള ചിന്തയിലായിരിക്കുമ്പോൾ ഏറ്റവും വിഷം മക്കൾ പിടഞ്ഞ് മരിക്കുന്നത് കാണുവാൻ വയ്യ. അവരാരും അറിയാതെ അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണത്തിൽ വിഷം കലക്കി ഞാനും ഭാര്യയും മക്കളും മരിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം ജയിലിൽ വെച്ചായിരിക്കുകയായിരുന്നു. രാത്രി ഒട്ടും ഉറക്കമില്ലാതെ അങ്ങനെ മക്കൾക്ക് ഏത് വിഷം, അങ്ങനെ സയനൈഡ് ആണ് ഏറ്റവും കൊടിയ വിഷമെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ സയനൈഡ് വിഷം വാങ്ങി
അവർക്ക് ഇഷ്ടപ്പെട്ട മക്കൾക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടമെന്ന് ചോദിച്ചുകൊണ്ട് അവരോട് ചോദിച്ചുകൊണ്ട് വാങ്ങി അവരറിയാതെ ആ ഭക്ഷണത്തിൽ വിഷം കലക്കി ഞങ്ങളുടെ കുടുംബമായിട്ട് മരിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം. രാത്രി ഉറക്കാമില്ലാത്ത അവസ്ഥയിൽ കിടക്കുമ്പോൾ അവിടെയും സുവിശേഷം പറയുന്ന അനേകം സഹോദരന്മാർ അവിടെയും ഉണ്ടായി. ഒരു ദിവസം വന്ന് എന്നോട് പറഞ്ഞു, സഹോദര, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം അവരോട് ഉണ്ടാകുവാനിടയായി. മുക്കോടി ദേവന്മാര് ഉള്ള ഞാൻ ഇനി ഏത് ദൈവം എന്നുള്ള ഒരവസ്ഥ എന്നിൽ ചിന്തിക്കുവാനും അവരോട് നീരസപ്പെടുവാനും ഇടയായി. ക്രമേണ അവർ വീണ്ടും വന്ന് എന്നോട്, സഹോദര, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, സഹോദര എന്നുള്ള ഒരു വിളി ആദ്യമായിട്ട് അവരിൽ നിന്നുമാണ് ഞാൻ കേൾക്കുന്നത്. അവർ ഇത്രയും സ്നേഹം എന്നോട് കാണിക്കുന്നതുകൊണ്ട് ഈ ദൈവത്തെ, യേശുവിനെയാണ് അവർ പരിചയപ്പെടുത്തിയ ഈ ദൈവത്തെ ഒന്ന് ഉറക്കം കിട്ടുകയാണെങ്കിൽ വിശ്വസിക്കാം എന്നുള്ള ഒരവസ്ഥ എന്നിലുണ്ടാകുവാനും ക്രമേണ അവരൊരു ട്രാക്റ്റ് എന്നിൽ തരുവാനും, ആ ട്രാക്റ്റിൽ ഇപ്രകാരമാണ് എഴുതിയിരുന്നത്: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കൂ എന്നുള്ള ആ വചനം ആദ്യം അവർ തന്നപ്പോൾ ഞാൻ നോക്കിയില്ല. ഞാൻ എടുത്ത് മാറ്റി ആ റൂമിലോട്ട് എറിഞ്ഞു. സന്ധ്യ ആയപ്പോൾ ആ ട്രാക്റ്റ് എൻ്റെ കണ്ണിൽ പെടുകയും ഞാൻ വീണ്ടും വായിച്ചു നോക്കിയപ്പോൾ ഇപ്രകാരമാണ് അതിലെഴുതിയിരുന്നത്: ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള ആ വചനം എൻ്റെ ഹൃദയത്തിൽ പതിക്കുകയും ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, കുടുംബവും രക്ഷ പ്രാപിക്കുമോ? എങ്കിൽ ഒന്ന് വിശ്വസിക്കാമല്ലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും വൈകുന്നേരം ആയപ്പോൾ ഇതേ സഹോദരന്മാർ വീണ്ടും വന്ന്, സഹോദര, വൈകുന്നേരം ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് പറയുവാനും ഞാൻ പറയും, സഹോദര, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, ഞാൻ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല എന്ന് പറയുവാനുണ്ട്. ഇല്ല സഹോദരൻ, വന്നിരുന്നാൽ മതി എന്ന് പറയുകയും ഞാൻ ഇപ്രകാരം ഒരു ചിന്ത, ഇന്ന് രാത്രി ഉറക്കം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും യേശുവിനെ വിശ്വസിക്കാം എന്നുള്ള ഒരു ചിന്ത എന്നിൽ മതിക്കുകയും ഞാൻ രാത്രി ആ സന്ധ്യയായപ്പോൾ വീണ്ടും സഹോദരന്മാരോട്, സഹോദര, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. ആ സഹോദരന്മാർ ഇപ്രകാരം പറഞ്ഞു, സഹോദരൻ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, യേശുവിനെ സഹോദരന് വേണ്ടി രക്തം ചൊരിച്ച് മരിച്ച് സ്വർഗത്തിൽ സഹോദരന് വേണ്ടി പക്ഷപാതം ചെയ്യുവാനിരിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട്